ആതിര വിശേഷം എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പോൾ അവിടെ ഈ പ്രത്യേക ചടങ്ങുകൾ നടക്കുന്നു. നേരത്തെ ഹൈന്ദവ ആചാരപ്രകാരമുള്ള ചടങ്ങുകളായിരുന്നു നടന്നത്. അതിനുശേഷം ചെങ്കോൽ സ്ഥാപിച്ചു. സ്പീക്കറുടെ വലതുവശത്ത് ഈ ചെങ്കോൽ സ്പീക്കറുടെ ചേംബറിൻ്റെ വലതുവശത്ത് ഈ ചടങ്ങ് സ്ഥാപിച്ചതിന് ശേഷം പ്രധാനമന്ത്രിയും സ്പീക്കറും മറ്റു മന്ത്രിമാരും എല്ലാവരും ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നു. പാർലമെൻറ്റിന് പുറത്ത് വന്നിരിക്കുന്നു. ഈ പാർലമെൻറ്റിന് പുറത്ത് രാജ്യത്തിൻ്റെ വിവിധ അധ്യക്ഷന്മാരുടെ നേതൃത്വത്തിലുള്ള പ്രാർത്ഥനാ ചടങ്ങുകളാണ് നടക്കുന്നത്. ആ പ്രാർത്ഥനാ ചടങ്ങുകളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ നടക്കുന്നത്. ഹൈന്ദവ ആചാരപ്രകാരം, ഇസ്ലാം മതവിശ്വാസപ്രകാരം, ക്രൈസ്തവ മതവിശ്വാസപ്രകാരം, ബുദ്ധ മതവിശ്വാസപ്രകാരം, ജൈന വിശ്വാസപ്രകാരമുള്ള പ്രാർത്ഥനകളെല്ലാം തന്നെയും ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ദൃശ്യങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ ബുദ്ധമത ആചാരപ്രകാരമുള്ള പ്രാർത്ഥനകൾ നടക്കുന്നത്. ഈ പ്രാർത്ഥനകൾക്ക് ശേഷം ഓരോ മതവിഭാഗങ്ങൾക്ക് അവസരമുണ്ട്. അതിനുശേഷം ക്രമേണ ഓരോ വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രാർത്ഥനാ ചടങ്ങുകളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. ഒപ്പം തന്നെ ശിലാഫലകം പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്തിരുന്നു. പുതിയ പാർലമെൻറ്റിൻ്റെ ശിലാഫലകവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അനാച്ഛാദനം ചെയ്തത്. ഈ ചരിത്രത്തിലേക്ക് വരുന്ന ഒരു ദിവസമാണ് ഈ ദിവസം. പുതിയ പാർലമെൻറ്റ് മന്ദിരമൊക്കെ ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. ഇനിയും എത്രയോ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും പുതിയൊരു പാർലമെൻറ്റ് മന്ദിരം ഉണ്ടാവാൻ പോകുക. അന്ന് ഒരു പക്ഷേ പഴയ ആളുകളെയെല്ലാം ഒരുപക്ഷെ ബ്രിട്ടീഷുകാരുടെ ചരിത്രവും അല്ലെങ്കിൽ ബ്രിട്ടീഷ് ആരാലാണ് ഈ പഴയ പാർലമെൻറ്റ് മന്ദിരമൊക്കെ സ്ഥാപിച്ചതെന്നെല്ലാം ചരിത്രങ്ങളിൽ വിസ്മരിക്കപ്പെടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഇനി അറിയപ്പെടുക ഇന്ന് ഉദ്ഘാടനം ചെയ്ത പുതിയൊരു പാർലമെൻറ്റ് മന്ദിരം വർഷങ്ങൾക്ക് ശേഷം, പിന്നീടൊരു കാലത്ത് തലമുറകൾക്ക് ശേഷം വരുമ്പോൾ അന്ന് ഓർക്കുക ഈ ദിവസമായിരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. സ്പീക്കർ ഒപ്പമുണ്ടായിരുന്നു. സർവമത പ്രാർത്ഥനയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. സർവമത പ്രാർത്ഥനയ്ക്ക് കാർമ്മികത്വം വയ്ക്കുന്നത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിവിധ മത പുരോഹിതന്മാരാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യൻ മതവിഭാഗ പ്രാർത്ഥനയാണ് ഇപ്പോൾ നടക്കുന്നത് വിവിധ മേഖലകളിൽ നിന്നും. അതിനുശേഷം ഇസ്ലാം മത വിഭാഗത്തിൻ്റെ പ്രാർത്ഥന ഉണ്ടാകും. അങ്ങനെയാണ് സർവമത പ്രാർത്ഥന ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഈ രാഷ്ട്രത്തിനായി പുതിയ പാർലമെൻറ്റ് മന്ദിരം സമർപ്പിക്കുമ്പോൾ പുതുമോടിയിലെ രാജ്യമെന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ നമുക്ക് വാക്കുകൾ കൊണ്ട് അങ്ങനെ നമുക്ക് പറയാം. സ്പീക്കർക്ക് പുറമെ പ്രധാനമന്ത്രിയുണ്ട്. പ്രധാനമന്ത്രിക്ക് പുറമെ മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാരും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. സർവമത പ്രാർത്ഥന ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. സർവമത പ്രാർത്ഥനയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. ചെങ്കോൽ സ്പീക്കറുടെ ഇരിപ്പിടത്തിന് സമീപത്താണ് ഉള്ളത്. സർവമത പ്രാർത്ഥനയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. നിർമ്മാണ തൊഴിലാളികൾക്ക് ആദരം നൽകി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഈ ചടങ്ങിൽ അതായത് ഈ നിർമ്മാണത്തിന് നിർമ്മാണത്തിൽ അതായത് ഓരോ പ്രതിനിധികളെയും ആദരിച്ചു. നിർമ്മാണ ഘട്ടത്തിൽ പങ്കെടുത്ത ഓരോ പ്രതിനിധികളെയും ആദരിച്ചു എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം. ചെങ്കോൽ സ്ഥാപിച്ചത് രാഷ്ട്രപതിയുടെ സ്പീക്കറിന് സമീപത്താണ്. ഫലകം അനാച്ഛാദനം ചെയ്തു. നിർമ്മാണ ഫലകം അതായത് ഈ ഉദ്ഘാടന ഫലകമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുച്ഛാദനം ചെയ്തത്. സർവമത പ്രാർത്ഥനയിൽ വിവിധ മതശ്രേഷ്ഠന്മാർ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പാർലമെന്ററി സംവിധാനത്തിൻ്റെ പുതിയ പരമോന്നതാലയത്തിലേക്ക് സെൻട്രൽ വിസ്ത കവാടം തുറന്നു. രാജ്യത്തിൻ്റെ തങ്കലിപികളാൽ ഇത് ചരിത്രത്താൽ രേഖപ്പെടുത്തുന്ന ഒരു മുഹൂർത്തമാണ്. കാരണം പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയുക. സന്യാസിമാരുടെ അകമ്പടിയോടെയാണ് പ്രധാനമന്ത്രി ഈ ചെങ്കോൽ ലോകസഭയിൽ സ്ഥാപിച്ചത്. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ സമർപ്പണ ചടങ്ങുകൾക്ക് തുടക്കമായി. പ്രധാനമന്ത്രി പുതിയ പാർലമെന്റ് മന്ദിരത്തിലെത്തി പുഷ്പാർച്ചന
നടത്തി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അപ്പോൾ സർവ്വമത പ്രാർത്ഥന നടക്കുകയാണ്. ഈ സർവ്വമത പ്രാർത്ഥനയ്ക്ക് വിവിധ പുരോഹിതർ, ശ്രേഷ്ഠർ നേതൃത്വം നൽകുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യമാണ്. അജിയിലേക്ക് തിരിച്ചു വരാം. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചിരിക്കുന്നു. നിലവിളക്ക് കൊളുത്തിയാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. നമുക്കൊരു ഇടവേള അനിവാര്യമാണ്. ഇടവേള.